മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് കുതിക്കുമ്പോഴും കപ്പാസിറ്റി എക്സ്പാൻഷന്റെ പിൻബലത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജി. കഴിഞ്ഞ ദിവസം ഡിക്സൺ ടെക്നോളജി 6.7% ഉയർന്ന് 6,807 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 40,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 113, ഡിവിഡൻഡ് ഈൽഡ് 0.04%, 52 വീക്ക് ഹൈ 6,810. സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്കിലോ 2,581 കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 11% റിട്ടേണും 6 മാസം കൊണ്ട് 39% റിട്ടേണും 1 വർഷം കൊണ്ട് 181% റിട്ടേണും നൽകി. ഇലക്ട്രോണിക്സ് കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയായ ഡിക്സൺ ടെക്നോളജി അതിൻ്റെ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ക്ലയൻറ്റിൽ നിന്നും സബ്സ്റ്റാൻഷ്യൽ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ 2 ഗ്ലോബൽ ബ്രാൻഡുകൾ ഡിക്സൺ ടെക്നോളജിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് ഡീലിൻ്റെ ഫൈനലൈസേഷൻ ഫേസിലാണ്. വരുന്ന 6 മാസത്തിനുള്ളിൽ സ്മാർട്ട് ഫോൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി എൻഹാൻസ് ചെയ്യും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും എന്നാണ് പൊതുവെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നോയിഡയിലെ 3 മാനുഫാക്ചറിംഗ് പ്ലാന്റുകളിലായി 30 മില്യൺ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിംഗ് ആണ് ഡിക്സൺ ടെക്നോളജി നടത്തുന്നത്. ഇതുകൂടാതെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് കേറ്റർ ചെയ്യുന്നതിനു വേണ്ടി 8,60,000 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള പുതിയൊരു ഫാക്ടറി കൂടി ഡിക്സൺ ടെക്നോളജി നിർമ്മിക്കുകയാണ്. വരുന്ന 2.5 വർഷത്തിനുള്ളിൽ പുതിയ ഫാക്ടറി ഓപ്പറേഷണൽ ആവുകയും ഷവോമി, മോട്ടറോള പോലുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്ഷൻ സ്കെയിലപ്പ് ചെയ്യുകയും ചെയ്യും. കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി 440 കോടി രൂപയാണ് കമ്പനി നീക്കി വെച്ചിരിക്കുന്നത്. ഡിക്സൺ ടെക്നോളജി എന്ന കമ്പനിക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിലും പാർട്ടിസിപ്പേഷനുണ്ട്. ഇതുകൂടാതെ 2024 സെപ്റ്റംബർ മാസത്തോടു കൂടി കമ്പനി ലാപ്ടോപ്പ് പ്രൊഡക്ഷനും ആരംഭിക്കും. ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് 6,000 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകി. അതിനുശേഷം 6,000 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയും സ്റ്റോക്ക് ഇപ്പോൾ 6,810 ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ടെക്നിക്കലി സ്റ്റോക്ക് 2,500 മുതൽ 2,000 പോയിൻറ്റ് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ 6,000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റോക്ക് RVNL. കഴിഞ്ഞ ദിവസം ഡിക്സൺ ടെക്നോളജി പോലെ തന്നെ 6% ഉയർന്ന് 266 രൂപ 40 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ് RVNL. 55,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 40.31, ഡിവിഡൻഡ് ഈൽഡ് 0.80%, 52 വീക്ക് ഹൈ 345, 52 വീക്കിലോ 56. RVNL കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 7% കറക്റ്റ് ആവുകയും ചെയ്തു. ഒരു വർഷത്തെ റിട്ടേൺ 300% മുകളിൽ. കഴിഞ്ഞ ദിവസം RVNLൻ്റെ ഓർഡർ ബുക്ക് 65,000 എന്ന മൈൽ സ്റ്റോൺ മറികടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം ഉണ്ടായത്. RVNLൻ്റെ ഓർഡർ ബുക്കിൽ 50% പ്രോജക്റ്റുകളും റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. 65,000 കോടി എന്ന മൈൽ സ്റ്റോൺ കമ്പനി മറികടക്കുകയും കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഓർഡർ ബുക്ക് 75,000 കോടിക്ക് അടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ RVNL സെൻട്രൽ ഏഷ്യ, UAE, വെസ്റ്റേൺ ഏഷ്യ പോലുള്ള സ്ഥലങ്ങളിലെ ഓഫ് ഷോർ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് RVNL എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. കമ്പനിയുടെ ഓർഡർ ബുക്കിൽ വന്ദേ ഭാരത് ട്രെയിനുമായി ബന്ധപ്പെട്ട് 9,000 കോടി രൂപയുടെ ഓർഡറുകളും വിവിധ മെട്രോ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് 7,000 കോടി രൂപയുടെ ഓർഡറുകളുമാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കുകളിൽ ഒന്നാണ് RVNL. പ്രത്യേകിച്ചും കോവിഡ് പാൻഡമിക്കിന് ശേഷം 2022 മുതൽ സ്റ്റോക്കിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കിയാൽ ഇൻവെസ്റ്റേഴ്സിന് 700% മുകളിലുള്ള റിട്ടേണാണ് RVNL നൽകിയിരിക്കുന്നത്. RVNLുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. മധ്യപ്രദേശ് 11 kV ബൈഫ്യൂരിഫിക്കേഷൻ ഇൻ്റർകണക്ഷനുമായി ബന്ധപ്പെട്ട് RVNL എന്ന കമ്പനി ലോവസ്റ്റ് ബിഡറായി മാറിയിട്ടുണ്ട്. മധ്യപ്രദേശ് പശ്ചിം ക്ഷേത്ര വിദ്യുത് വിതരൺ കമ്പനിയുടെ ബൈഫ്യൂരിഫിക്കേഷൻ ഇൻ്റർകണക്ഷൻ പ്രോജക്റ്റിൻ്റെ ലോവസ്റ്റ് ബിഡറായിട്ടാണ് RVNL മാറിയിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ RVNL അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 6% ഇടിഞ്ഞു. 382 കോടിയിൽ നിന്നും 359 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 394 കോടിയിൽ നിന്നും 8.8% ഇടിഞ്ഞ് 389 കോടിയിലേക്ക് പ്രോഫിറ്റ് എത്തി. കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 5,012 കോടിയിൽ നിന്നും 6.4% ഇടിഞ്ഞ് 4,689 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. RVNL പോലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാന കൺസേൺ ഗവൺമെൻറ്റിൻ്റെ ഡൈവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം കോൾ ഇന്ത്യ, NHPC, RVNL, ഇറാഡ തുടങ്ങിയ കമ്പനികളിൽ മൈനോറിറ്റി സ്റ്റേക്ക് സെയിൽ ചെയ്ത് ഗവൺമെൻറ് 12,504 കോടി രൂപ സമാഹരിച്ചിരുന്നു. ഇതുകൂടാതെ മാർച്ച് 31-നകം 30,000 കോടി രൂപ PSU കമ്പനികളിൽ ഡൈവെസ്റ്റ്മെൻറ്റ് നടത്തി ഗവൺമെൻറ് നേടും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റും ലഭ്യമാണ്.
പ്രത്യേകിച്ചും 2018, 19, 17, 18, 24, 25 വർഷങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ ഡൈവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത സാഹചര്യത്തിൽ RVNL എന്ന സ്റ്റോക്ക് ഇപ്പോൾ 100 രൂപയ്ക്ക് മുകളിൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഒരു സമയത്ത് 340 രൂപ വരെ ഉയർന്ന സ്റ്റോക്ക് പിന്നീടൊന്ന് കറക്റ്റായി 250 സപ്പോർട്ട് ലഭിക്കുകയും 266 സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. RVNL പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും RVNL ഹോൾഡ് ചെയ്യുന്നവരും 200 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് ഹയർ സൈഡിലുള്ള ടാർഗറ്റ് ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്